So, students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോമോമോർഫിസത്തിന്റെ അടുത്ത ടോപ്പിക്കായിട്ടുള്ള കേർണൽ ഓഫ് ഹോമോമോർഫിസം എന്താണ് എന്നുള്ളതാണ്. ചെറിയൊരു ടോപ്പിക്കാണ്. ഹോമോമോർഫിസം എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഹോമോമോർഫിസം is a mapping from phi from G to G dash such that phi of AB equal to phi of A into phi of B. അവിടെ ഈ A into B എന്ന് പറയുന്നത് ജിയിലത്തെ ഓപ്പറേഷൻ ആണ്. phi of A into E into എന്ന് പറയുന്നത് G ഡാഷിലെ ഓപ്പറേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള മാപ്പിംഗിനെയാണ് ഹോമോമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കേർണൽ ഓഫ് ഹോമോമോർഫിസം? കേർണൽ ഓഫ് ഹോമോമോർഫിസം എന്ന് പറഞ്ഞാൽ ഈ phi from G to G dash ഒരു ഹോമോമോർഫിസം ആണ്. ഈ phi എന്ന് പറയുന്നത് ജിയിലത്തെ ചില എലമെന്റുകളെ G ഡാഷിലെ ഐഡന്റിറ്റി എലമെന്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകും. അങ്ങനെയുള്ള എലമെന്റുകളുടെ കളക്ഷനെയാണ് കേർണൽ ഓഫ് phi എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കേർണൽ ഓഫ് phi equal to collection of all a element of G such that phi of A equal to E dash. അല്ലെങ്കിൽ it is a collection of those elements of G whose image is the identity element of G dash. അല്ലെങ്കിൽ കേർണൽ ഓഫ് phi is phi inverse of E dash. അതായത് ജിയിലത്തെ ഏതൊക്കെ എലമെന്റുകളെയാണോ ഐഡന്റിറ്റി ഓഫ് G ഡാഷിലേക്ക് മാപ്പ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള എലമെന്റുകൾ ഒരു ആ എലമെന്റുകളുടെ സെറ്റിനെയാണ് നമ്മൾ കേർണൽ ഓഫ് phi എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കേർണൽ ഓഫ് phi equal to phi inverse of E dash. KER phi is phi inverse of E dash. Now, ഈ കേർണൽ ഓഫ് phi എന്ന് പറയുന്നത് ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആണ്. അത് വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കറിയാം E dash എന്ന് പറയുന്നത് G ഡാഷിന്റെ സബ് ഗ്രൂപ്പ് ആണ്. E dash is a subgroup of G dash. Trivial subgroup of G dash ആണ്. Now, what is phi inverse of E dash? Phi inverse of E dash എന്ന് പറഞ്ഞാൽ those elements of G which are mapped to E dash. അതായത് phi inverse നമ്മൾ ഇപ്പോൾ ഡിഫൈൻ ചെയ്ത പോലെ phi inverse of E dash equal to kernel of phi. Phi inverse of G dash E dash equal to kernel of phi. അപ്പോൾ phi എന്ന് പറയുന്ന ഒരു ഹോമോമോർഫിസം ആണെങ്കിൽ if phi is a homomorphism then we know that if K dash is a subgroup of G dash then phi inverse of K dash is also a subgroup of G. ഇത് കഴിഞ്ഞ തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. phi G to G dash ഒരു ഹോമോമോർഫിസം ആണ്. K dash എന്ന് പറയുന്നത് G ഡാഷിന്റെ സബ് ഗ്രൂപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ phi inverse of K dash G യുടെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഇവിടെ അതേപോലെ തന്നെയാണ് phi എന്ന് പറയുന്നത് G യിൽ നിന്ന് G ഡാഷിലേക്ക് ഹോമോമോർഫിസം ആണ്. കേർണൽ ഓഫ് phi എന്ന് പറഞ്ഞാൽ phi inverse of E dash ആണ്. കേർണൽ ഓഫ് phi is phi inverse of E dash. E dash സബ് ഗ്രൂപ്പ് ആണ്. അതിനർത്ഥം കേർണൽ ഓഫ് phi കേർണൽ ഓഫ് phi equal to phi inverse of E dash is a subgroup of G. അതായത് കേർണൽ ഓഫ് phi is a subgroup of G. വളരെ എളുപ്പത്തിലുള്ള പ്രൂഫാണ്. വലിയ അത്ര ഇതിലുള്ള ബുദ്ധിമുട്ടുള്ളതല്ല. തൊട്ട് മുന്നത്തെ തിയറത്തിലത്തെ ലാസ്റ്റ് റിസൾട്ട് ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. ഇഫ് K dash is a subgroup of G dash then phi inverse of K dash is a subgroup of G എന്ന് പറഞ്ഞ പോലെ തന്നെ since E dash is a subgroup of G dash phi inverse of E dash equal to K kernel of phi is a subgroup of G. അത്രേ ഉള്ളൂ. That's very simple result. അടുത്ത് പറയാൻ പോകുന്നതും അതേപോലെ തന്നെ ഒരു സിമ്പിൾ റിസൾട്ട് ആണ്. സപ്പോസ് phi from G to G dash be a homomorphism. phi എന്ന് പറയുന്നത് G യിൽ നിന്ന് G ഡാഷിലേക്ക് ഒരു homomorphism ആണെങ്കിൽ phi is 1 to 1 if and only if kernel of phi equal to E. If and only if condition ആണ് a mapping G phi from G to G dash is a homomorphism and it is 1 to 1 if and only if kernel of phi equal to E. അതായത് 1 to 1 ആണെങ്കിൽ kernel of phi E ആയിരിക്കും. ഇനി phi യുടെ കേർണൽ E ആണെങ്കിൽ phi 1 to 1 ആയിരിക്കും if and only if implication ആണ്. phi 1 to 1 if and only if kernel of phi equal to E. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ two way implication വരുന്നുണ്ട്. First suppose that kernel of phi equal to E. Kernel of phi equal to the identity single identity element. Kernel of phi equal to E. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? phi എന്ന് പറയുന്നത് 1 to 1 മാപ്പിംഗ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എപ്പോഴും f 1 to 1 ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് f of x equal to f of y implies x equal to y എന്നാണ് കാണിക്കേണ്ടത്. Here we have to prove that phi is 1 to 1. Choose a comma b element of G. A b എന്ന് പറയുന്ന G യിലത്തെ രണ്ട് എലമെന്റുകൾ എടുക്കുക. Suppose phi of A equal to phi of B. Then phi of A into phi of B whole inverse equal to E dash. ഓർക്കുക phi of A യും phi of B യും G ഡാഷിലെ എലമെന്റുകളാണ്. അപ്പോൾ phi of A equal to phi of G dash ഗ്രൂപ്പ് ആണ്. phi of A equal to phi of B means phi of A into phi of B whole inverse equal to E dash. ഈ phi of B നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അല്ലെങ്കിൽ phi of B whole inverse കൊണ്ട് പോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തു. ഈ എക്സ്പ്രഷൻ അത്രേ ഉള്ളൂ. phi of A into phi of B whole inverse equal to E dash. ബട്ട് ഈ phi of B whole inverse എന്ന് പറഞ്ഞാൽ phi of B inverse ആണെന്നുള്ളത് കഴിഞ്ഞ തിയറത്തിൽ അതിന്റെ ബേസ് കിടക്കുന്നത് കഴിഞ്ഞ തിയറത്തിലാണ്, കഴിഞ്ഞ വീഡിയോയിലത്തെ തിയറത്തിലാണ്. അപ്പോൾ phi of B whole inverse എന്ന് പറയും phi of B inverse എന്ന് ഞാൻ എഴുതാണ്. അപ്പം phi of A into phi of B inverse equal to
E dash. Phi of A into phi of B inverse equal to E dash. ഇവിടെ ഉപയോഗിച്ചത് തൊട്ട് മുന്നത്തെ തിയറമാണ്. Now phi is a homomorphism. So phi of A into phi of B inverse equal to E dash implies phi of AB inverse equal to E dash. Homomorphism. ഈ റിസൾട്ട് ആണ് ഉപയോഗിച്ചത്. Phi of A into phi of B inverse equal to E dash implies phi of AB inverse equal to E dash. പക്ഷേ കേർണൽ ഓഫ് ഫൈ എന്താണ്? അപ്പോൾ എ ബി ഇൻവേഴ്സിന്റെ ഇമേജ് ഇ ഡാഷ് ആണ്. എ ബി ഇൻവേഴ്സിന്റെ ഇമേജ് ഇ ഡാഷ് ആണ്. ബട്ട് കേർണൽ ഓഫ് ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോസ് അസ്യൂം ദാറ്റ് കേർണൽ ഓഫ് ഫൈ എന്നുള്ളത് ഇ ആണ്. കേർണൽ ഓഫ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഡാഷിലെ ഐഡന്റിറ്റി എലിമെന്റിലേക്ക് മാപ്പ് ചെയ്തിട്ടുള്ള എലിമെന്റുകളുടെ കളക്ഷൻ ആണ്. അത് ഇ മാത്രമാണ്. പക്ഷെ ഇവിടെ നോക്കൂ, എ ബി ഇൻവേഴ്സിന്റെ ഇമേജ് ഇ ഡാഷ് ആണ്. ഫൈ ഓഫ് എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ഇ ഡാഷ്. But kernel of phi equal to only E. That means AB inverse equal to E. So AB inverse kernel of phi is nothing. This means AB inverse element of kernel of phi. AB inverse element of kernel of phi. But kernel of phi is E ആണ്. അതായത് AB inverse equal to E. അതായത് A equal to B. വളരെ simple proof ആണ്. അതായത് phi of A equal to phi of B implies A equal to B. Very simple. Repeat ചെയ്യുന്നില്ല, വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ phi is a 1-to-1 mapping. അപ്പോൾ kernel of phi equal to E ആണെങ്കിൽ phi എന്ന് പറയുന്നത് ഹോമോമോർഫിസം ഒരു 1-to-1 മാപ്പിംഗ് ആണ്. Conversely, suppose phi is a 1-to-1 mapping. Phi ആദ്യം പ്രൊസീജർ kernel of phi equal to E ആവുമ്പോൾ 1-to-1 ആണെന്നാണ്. രണ്ടാമത്തേത് phi 1-to-1 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. We have to prove that kernel of phi equal to E. We have to prove that kernel of phi equal to E. തൊട്ട് മുന്നത്തെ തിയറം പ്രകാരം നമുക്ക് അറിയാം phi of E equal to E dash. തൊട്ട് മുന്നത്തെ തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് phi of E equal to E dash. ഞാൻ ജിയിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് kernel of phi equal to E എന്നാണ്. അപ്പോൾ ഞാൻ I am taking another element, a element of G. ആ എലമെന്റിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ a not equal to E and phi of A equal to E dash. ഓക്കെ, അപ്പോൾ ഓൾറെഡി phi of E equal to E dash ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് kernel of phi equal to E എന്നാണ്. ഞാൻ G എന്ന് പറയുന്ന ഗ്രൂപ്പിലെ മറ്റൊരു എലിമെന്റ് A എന്ന് പറയുന്ന മറ്റൊരു എലിമെന്റ് എടുക്കുകയാണ് such that A not equal to E and phi of A equal to E dash. Phi of A equal to E dash ആണ്, A not equal to E യുമാണ്. അങ്ങനെയുള്ള ഒരു എലിമെന്റ് ആണ് ഞാൻ A എന്ന് പറയുന്നത് എന്ന് വിചാരിക്കുക. Now phi of E equal to E dash ആണ്. നമുക്കറിയാം also phi of A equal to E dash. Phi of E യും E dash ആണ്, phi of A യും E dash ആണ്. This implies phi of E equal to phi of A. This implies phi of E equal to phi of A. This implies A equal to E. F of x equal to f of y implies x equal to y because phi എന്ന് പറയുന്ന ഒരു 1-to-1 മാപ്പിംഗ് ആണ്. അതുകൊണ്ട് phi of E equal to phi of A implies A equal to E. Phi of E equal to phi of A implies A equal to E because phi is 1-to-1. അപ്പോൾ നമ്മൾ G എടുത്തേ വേറൊരു എലിമെന്റ് എടുത്തു which is non-zero. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? That is E എന്ന് കിട്ടി. അങ്ങനെ ഒരു എലിമെന്റ് എടുത്തപ്പോൾ that is E എന്ന് കിട്ടി. അതായത് ഈ അതിന്റെ ഇമേജ് E dash ആയിട്ട് വരുന്ന ഒരു എലിമെന്റ് എടുത്തപ്പോൾ that element is proved to be E. ഈ അസംഷൻ ഇവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. such that E ഇതില്ലെങ്കിലും പ്രശ്നമില്ല. such that I am choosing an element A element of G such that phi of A equal to E dash എന്നുള്ളത് മാത്രമായാലും മതി. അങ്ങനെ phi of A equal to E dash ആയിട്ട് എടുക്കുമ്പോൾ you are obtaining A equal to E. അപ്പോൾ മറ്റേത് എലമെന്റ് എടുത്തിട്ട് മറ്റേത് എലമെന്റിന്റെയും ഇമേജ് ഇ ഡാഷ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെന്റ് ഓട്ടോമാറ്റിക്കലി എന്താണെന്ന് പ്രൂവ് ചെയ്തത് ഇ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ദിസ് മീൻസ് കേർണൽ ഓഫ് ഫൈ ഈക്വൽ ടു ഇ. ഇതും വളരെ എളുപ്പമുള്ള ഒരു പ്രൂഫാണ് ഈ ഫൈയുടെ 1-1 പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് തിയറം ഇസ് ക്ലിയർ. അതായത് ഫൈ ഈസ് എ ഹോമോമോർഫിസം, then phi is 1-to-1 if and only if kernel of phi equal to E എന്നുള്ളത്. Now അടുത്ത തിയറം അതേപോലെ തന്നെ സിമ്പിൾ ആണ്. If phi from G to G dash is an onto homomorphism, then G is abelian implies G dash is also abelian. Phi എന്ന് പറയുന്നത് G യിൽ നിന്ന് G ഡാഷിലേക്ക് ഒരു ഹോമോമോർഫിസം ആണ്, അതൊരു onto മാപ്പിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ G abelian ആണെങ്കിൽ G ഡാഷും abelian ആണ്. നമുക്ക് പ്രൂവ് ചെയ്യാം. It's very simple. Given phi from G to G dash is a onto homomorphism and also G is abelian. Phi എന്ന് പറയുന്നത് G യിൽ നിന്ന് G ഡാഷിലേക്ക് ഓൺ ടു മാപ്പിംഗ് ആണ്, അതൊരു ഹോമോമോർഫിസം ആണ്. കൂടാതെ സപ്പോസ് G is abelian, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് G ഡാഷും abelian ആണ് എന്നുള്ളതാണ്. G ഡാഷും abelian ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്നുള്ളതാണ്. ചൂസ് A dash, B dash element of G. G dash, A dash. അപ്പോൾ G dash abelian ആണെന്ന് കാണിക്കാൻ
അതിലത്തെ രണ്ട് എലമെന്റ് എടുത്ത് ഓർഡർ മാറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും സെയിം തന്നെയാണ്. അതായത് എ ഡാഷ് ഇക്വൽ ബി ഡാഷ് ഇംപ്ലൈസ് ബി ഡാഷ് ഇക്വൽ എ ഡാഷ് എന്നാണ് കാണിക്കേണ്ടത്. എ ഡാഷ് ബി ഡാഷ് എലമെന്റ് ഓഫ് ജി ഡാഷ്. Now a dash into b dash equal to phi of a into phi of b. കാരണം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ phi is onto mapping. There exists a comma b element of g such that phi of a equal to a dash, phi of b equal to b dash. Phi എന്ന് പറയുന്നത് onto mapping ആയതുകൊണ്ട് a ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ട് ജിയിൽ a എന്ന് പറയുന്ന ഒരു എലിമെന്റ് ഉണ്ടാകും such that phi of a equal to a dash. b ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ട് ജിയിൽ വേറെ എലിമെന്റ് ഉണ്ടാകും b എന്ന് പറയുന്നത് such that phi of b equal to b dash. അപ്പോൾ a dash into b dash equal to a dash പകരം നമ്മൾ phi of a into b dash പകരം phi of a dash b dash equal to phi of a into phi of b because phi is on to where a and b element of g which is അപ്പോൾ ഇവിടെ homomorphism apply ചെയ്യാണ്. അപ്പോൾ phi of a into phi of b is phi of ab. Phi of a into phi of b is phi of ab. But ab is the same as ba കാരണം g abelian group ആണ്. So phi of AB is the same as phi of BA since G is abelian. This again applying homomorphism. This is the same as phi of B into phi of A. Appo A dash B dash equal to phi of A into phi of B equal to phi of AB equal to phi of BA equal to phi of B into phi of A. ഓരോ പ്രാവശ്യം homomorphism നമ്മൾ apply ചെയ്തു. Phi of B into phi of A, but phi of B is B dash, phi of A is A dash. A dash B dash equal to B dash A dash. A dash B dash equal to B dash A dash. Therefore, G dash is also an abelian group. So that is our next theorem. In a ചെറിയൊരു definition ആണ് normal subgroup എന്താണെന്നുള്ള definition ആണ്. A subgroup H of a group G is called a normal subgroup if GH equal to HG for all G element of G. That is, H is a normal subgroup if all its right and left cosets coincide. If all its left and right cosets coincide. അപ്പോൾ ഏതെങ്കിലും ഒരു സബ് ഗ്രൂപ്പിന് ലെഫ്റ്റ് കോസെറ്റുകളും റൈറ്റ് കോസെറ്റുകളും ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നു. ഇഫ് സബ് ഗ്രൂപ്പ് നോർമൽ സബ് ഗ്രൂപ്പ് ഇഫ് GH equal to HG for all G element of G. ഇതിന്റെ അർത്ഥം H എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് കോസറ്റും റൈറ്റ് കോസറ്റും കോയിൻസൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള സബ് ഗ്രൂപ്പുകളെ നമ്മൾ നോർമൽ സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നു. മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ Z ന്റെ ലെഫ്റ്റ് കോസറ്റും റൈറ്റ് കോസറ്റും സെയിം ആണ്. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. 3 കോസറ്റുകളേ ഉള്ളൂ, ലെഫ്റ്റും റൈറ്റും രണ്ടും സെയിം ആണ്. അപ്പോൾ 3Z the subgroup 3Z of EZ is normal. വേറെ എക്സാമ്പിളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻ ജനറൽ നമുക്കറിയാം എപ്പോഴാണ് ലെഫ്റ്റ് കോസറ്റും റൈറ്റ് ഇൻ ജനറൽ ഒരു ഗ്രൂപ്പ് അബീലിയൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ സബ് ഗ്രൂപ്പുകളിലെയും ലെഫ്റ്റ് കോസറ്റും റൈറ്റ് കോസറ്റും കോയിൻസൈഡ് ചെയ്യും. അതാണ് all subgroups of an abelian group are normal subgroups. അപ്പോൾ G എന്ന് പറയുന്ന ഒരു abelian ഗ്രൂപ്പ് എടുത്തു, H എന്ന് പറയുന്ന ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ Hന്റെ ലെഫ്റ്റ് കോസറ്റും റൈറ്റ് കോസറ്റും ഒന്ന് തന്നെയാണ്. അപ്പോൾ H നോർമൽ സബ് ഗ്രൂപ്പ് ആയി. അതായത് ഏതൊരു abelian ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പ് എടുത്താലും ആ സബ് ഗ്രൂപ്പ് നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് സിമ്പിൾ അല്ല. നമ്മുടെ സിലബസിൽ ഈ ഡെഫിനേഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ പറഞ്ഞിട്ടുള്ള പേപ്പറിൽ ഈ ഡെഫിനേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇത് ഹയർ ലെവൽ ടോപ്പിക്കാണ്. ഇതിന് ഒരുപാട് എന്താ പറയുക തിയറംസ് ഒക്കെ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാനുണ്ട്. തൽക്കാലത്തിന് we will stop here by the definition of normal subgroup. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് ഈ തിയറം, രണ്ടാമത്തെ തിയറവും പിന്നെ നോർമൽ സബ്ഗ്രൂപ്പ്. phi ഒരു ഹോമോമോർഫിസം ആണെങ്കിൽ phi is 1 if and only if kernel of phi equal to E kernel of phi എന്ന് പറഞ്ഞാൽ those elements of G which are mapped to the identity element of G dash. പിന്നെ phi G to G dash ഒരു on to homomorphism ആണെങ്കിൽ G abelian ആണെങ്കിൽ G dash ഉം abelian ആണ്. പിന്നെ നോർമൽ സബ് ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. and the video ends here. ബാക്കിയുള്ള ഈ ആൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക് I am stopping here. ബാക്കിയുള്ള ഇത് പിന്നെ അടുത്ത വീഡിയോകളിൽ മറ്റു ടോപ്പിക്കുകളിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും.